അപ്പോൾ വീഡിയോ കാണുന്ന ആൾക്കാർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. ഗുഡ് മോർണിംഗ് എൻ്റെ പൊന്ന സുഹൃത്തുക്കളെ, എല്ലാവരും എണീറ്റോ? എന്നെടുക്കും എല്ലാവരും. അപ്പോൾ ഇന്ന് ചെറിയൊരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്ത് ചെയ്യണമെന്നൊന്നും ഒരു ഐഡിയ ഇല്ല, പക്ഷെ അങ്ങ് ചെയ്യാമെന്ന് വിചാരിക്കുക. ഇന്നലത്തെ ചെറിയ ഫ്ലോപ്പായി പോയായിരുന്നു. ഞാനവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും നല്ല ഉടുപ്പ് കണ്ടപ്പോഴത്തേക്കിനും ഞാൻ ആ കാര്യമൊക്കെ അങ്ങ് വിട്ടുപോയി. അതേ ഇന്നലെ സംഭവിച്ചത്. അപ്പോൾ അപ്പ എന്നെ വഴക്ക് പറഞ്ഞു, നീ ആ ഒരു ഇതിൽ നിൽക്കണമായിരുന്നു, 500 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാൻ പോയെങ്കിൽ 500 രൂപയ്ക്ക് തന്നെ പർച്ചേസ് ചെയ്യണമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. കാര്യം ശരിയായിരുന്നു. അത് എന്താ പറയണം, നെക്സ്റ്റ് ടൈം ആവട്ടെ. ഒരുത്തിനെ കണ്ടു, രാവിലെ 8:45 കിടന്ന് ഉറങ്ങുക. എണീക്കടാ മിത്ര, മിത്ര നല്ല ആൻസറിനെ വിളിച്ചാൽ വിളി കേൾക്കുകയില്ല. അമ്മയുടെ ഷൊക്കിനെ രാവിലെ അവനിങ്ങനെ എന്നെപ്പോലെ മന്നിപ്പ. അങ്ങനെ ഇപ്പം എന്നെ പുറകെ ഇറങ്ങി വരുമായിരിക്കും ചിലപ്പോൾ. മിത്ര, ദേ പൂച്ചക്കുഞ്ഞ്, ദേ വരുന്നു കടവാവല്. പൂച്ചക്കുഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നുമോന് ഭയങ്കര ഇഷ്ടമാണ് പൂച്ചക്കുഞ്ഞുങ്ങളെ. പൂച്ചക്കുഞ്ഞ്, കോഴിക്കുഞ്ഞ്, അകത്ത് വൃത്തിയാക്കി അലക്കി ഇട്ടേക്കുന്ന തുണികൾ, ഇതൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്ന് ചെറിയൊരു വ്ളോഗാണ്. ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ ഞാൻ യൂബർ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ യൂബറോട്ട് അവിടെ വെയിറ്റ് ചെയ്യാണ്. ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുവാന്നേ. സുഹൃത്തുക്കളെ, നമ്മൾ ആദ്യം പോകുന്നത് സ്റ്റുഡിയോയിലേക്കാണ്. കാരണം ഞാൻ ഇന്നലെ കണ്ടിട്ടുള്ള ജിൽ ജിൽ ജി ആ ഡ്രസ്സ് ഉണ്ടല്ലോ, അതെനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. അപ്പയ്ക്കും അത് ഇഷ്ടപ്പെട്ടു. അപ്പോഴത്തേക്കിനും അപ്പനെ ഒന്ന് കാണിക്കണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ആദ്യം സ്റ്റുഡിയോയിലേക്കാണ് പോകുന്നത്, ആ ഡ്രസ്സ് സെലക്ട് ചെയ്ത് മാറ്റി വയ്ക്കാൻ. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മൾ സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുകയാണ്. ഞാൻ കറങ്ങി കാണിച്ചു തരാം. എൻ്റെ ബാക്കിൽ നിൽക്കുന്നുണ്ടോ സ്റ്റുഡിയോ? ഇനി ഞാൻ അകത്തോട്ട് പോയിട്ട് ആ ജിൽ ജിൽ ഡ്രസ്സ് ഉണ്ടോ ആവോ എനിക്കറിയാൻ മേല. നോക്കാം നമുക്ക്. സുഹൃത്തുക്കളെ, എനിക്ക് ഡ്രസ്സ് കിട്ടി കേട്ടോ. എൻ്റെ സൈസിലുള്ളത് കറക്റ്റ് ഒരെണ്ണം മാത്രം അവിടെ ഉണ്ടായിരുന്നു. അത് ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നാളെ വരാമെന്നും പറഞ്ഞിട്ട് പോന്നു. ഇനി നമുക്ക് നേരെ മറൈൻ ഡ്രൈവിലേക്കോ അല്ലെങ്കിൽ പാർക്കിലേക്കോ പോവാം കേട്ടോ. മറൈൻ ഡ്രൈവ് ആണ് എൻ്റെ മനസ്സിൽ. സുഹൃത്തുക്കളെ, അപ്പൊ ഞാൻ ഓട്ടോയിൽ മറൈൻ ഡ്രൈവിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാന്നേ. ഇതുവരെ എനിക്ക് കണ്ടന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യാമെന്നുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്ത് ഞാൻ പോകുന്നതാ. നോക്കാം നമുക്ക്. സുഹൃത്തുക്കളെ, അപ്പൊ ഞാന് ഇത് പാർക്കിലാന്ന് കേട്ടോ നിർത്തിയത്. കാണിച്ചു തരാം. நீங்க பின்னாடி வாங்கோ, நான் வீடியோ எடுக்கிறேன். வேணா அண்ணா ஓடி போங்கோ. സബ്സ്ക്രൈബ് ചെയ്യ சொல்லுங்க. ഐ ലവ് യു കേരള. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തോട്ടോ. താങ്ക്സ് ഏട്ടാ. സബ്സ്ക്രൈബ് ഈ വീഡിയോ. അവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കണമായിരുന്നു ഞാനിപ്പോൾ ഓർക്കണേ. പാർക്ക് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ വെള്ളത്തിൻ്റെ അങ്ങോട്ട് പോകുന്ന ഭാഗമൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ റെസ്റ്റ് ചെയ്യാനൊക്കെ ആണെങ്കിൽ നല്ല കുറേ സ്ഥലങ്ങളും. അപ്പൊ എനിക്ക് ഇവിടുന്ന് ഒരു അപ്പച്ചനെ കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോ അപ്പച്ചനോട് ചെറിയൊരു ഗെയിമിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പച്ചൻ എന്താ ഗെയിം എന്നറിയോ? അതായത് ഞാൻ അപ്പച്ചൻ്റെ അടുത്ത് ഒരു കാര്യം ചോദിക്കും, പക്ഷെ അപ്പച്ചൻ അതിന് മറുപടി പറയാതെ വേറെ കാര്യം വേണം എൻ്റെ അടുത്ത് തിരിച്ച് പറയാനായിട്ട്. അതായത് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഓപ്പോസിറ്റ് ആയിരിക്കണം ആൻസർ പറയേണ്ടത്. അപ്പൊ തുടങ്ങാം. അപ്പച്ചന്റെ പേരെന്താ? എല്ലാം എല്ലാം. അപ്പച്ചന്റെ പേരെന്നാ? ബേബി. ഓ ശരി. അപ്പച്ചൻ എല്ലാ ദിവസവും ഇവിടെ വന്നിരിക്കാറുണ്ടോ? മിക്കവാറും. ആണല്ലേ. ഇന്ന് വന്നിരുന്നതിന്റെ കാരണം? എല്ലാ ദിവസവും വന്ന പോലെ ഇന്നും വന്നു. ശരി. അപ്പച്ചന് സുഖമാണോ? അസുഖമില്ലാത്ത സുഖം. ഓക്കെ. അപ്പച്ചനപ്പൊ നന്നായിട്ട് തന്നെ ഗെയിം കളിച്ചിട്ടുണ്ട്. അപ്പത്തേക്കിനും
താങ്ക് യു സോ മച്ച്. അപ്പച്ചൻ എനിക്ക് കുറെ ടിപ്സും കാര്യങ്ങളൊക്കെ തന്നു കേട്ടോ. എന്റെ വെയിറ്റ് കുറച്ച് കുറയ്ക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഫുഡ് കഴിക്കുന്നൊക്കെ കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ നെക്സ്റ്റ് ടൈം നമ്മൾ കാണുമ്പോഴത്തേനും അപ്പച്ച ഞാൻ വെയിറ്റ് കുറച്ചിട്ടുണ്ടാവും കേട്ടോ. എത്ര സമയത്തിനുള്ളിൽ? ഒരു 1 month. ഒരു 6 മാസം ആയിക്കോട്ടെ. 6 മാസം. ഓക്കെ. പെട്ടെന്ന് നടക്കില്ല ഈ പറഞ്ഞ പോലെ. അത് തന്നെ. സമയം വരെ കുറേശ്ശെ അപ്പച്ച ഈ വീഡിയോ കാണുന്ന ആൾക്കാരോട് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാവോ? സബ്സ്ക്രൈബ് അല്ലേ? അതെ. അപ്പോൾ വീഡിയോ കാണുന്ന ആൾക്കാർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്സ് അപ്പച്ച, താങ്ക് യു സോ മച്ച്. നല്ല അപ്പച്ചനാണ് കേട്ടോ, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ കുറച്ച് നേരം അപ്പച്ചനുമായിട്ട് വർത്താനമൊക്കെ പറഞ്ഞിരുന്നിട്ട് ഞാൻ അപ്പച്ചന് ടാറ്റയൊക്കെ പറഞ്ഞു. എന്നിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ച് അപ്പച്ചൻ്റെ അടുത്ത് തന്നെ വരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. കാരണം എനിക്ക് കുറച്ച് നേരം കൂടെ അപ്പച്ചൻ്റെ അടുത്ത് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. പാവം അപ്പച്ചനായിരുന്നു കേട്ടോ. സോറി, അപ്പച്ചൻ്റെ പേര് ഞാൻ പെട്ടെന്ന് മറന്നുപോയി. കുറേ കാര്യങ്ങൾ സംസാരിച്ചു. അപ്പച്ചൻ ഒറ്റയ്ക്കാണ് താമസിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇവിടെ റിലാക്സ് ചെയ്തിരിക്കാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. തണലൊക്കെ ഒരുപാട് നിറയുണ്ട്. കുറേ മരങ്ങളും ചെടികളും ഒക്കെ ആയിട്ട് നല്ല രസമാണ് കാണാനൊക്കെ. അപ്പോൾ ഞാൻ ഇരിക്കാനായിട്ടൊരു സ്ഥലം നോക്കിയിട്ട് നടക്കുകയാണ്. അപ്പത്തേനും ഞാൻ വിചാരിച്ചു വെള്ളത്തിൻ്റെ സൈഡിൽ വന്നിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ഒരു സ്ഥലത്ത് വന്നിരുന്നു. നല്ല തണലുള്ള സ്ഥലമായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ. നല്ല ഭംഗിയായിരുന്നു. ഒരു 3 പിള്ളേർ നടന്നു വരുന്നുണ്ട് കേട്ടോ. ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ. എക്സ്ക്യൂസ് മീ. അതെ, നിങ്ങളോട് തന്നെ. ചെറിയൊരു യൂട്യൂബ് ചാനലുണ്ട്, അതിലേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾ 3 പേരിൽ ആരാ ബുദ്ധിമാൻ? ഒരുമിച്ച് പറ. ഒരുമിച്ച് പറ. കൂട്ടത്തില് മണ്ടനാരാ? ശരി, പേര്? ആദർശ്, വിഷ്ണു, അഫ്താബ്. എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട്, സബ്സ്ക്രൈബ് ചെയ്യോ? ഈയിടെ നോസ്പിൻ കലക്കണ കേട്ടോ. അന്നാസ് വേൾഡ്. അന്നാസ് വേൾഡ്. ഒരാൾ അവിടെ ഒറ്റയ്ക്ക് ഇരിപ്പുണ്ട്. നമുക്കൊന്ന് ചെന്ന് നോക്കി നോക്കാം എന്താ ഇങ്ങനെ ഒറ്റയ്ക്ക് വിഷമിച്ചിരിക്കുന്നേന്ന്. ഓക്കെ, ഞാൻ സ്പീഡിൽ നടക്കട്ടെ. ഒറ്റയ്ക്ക് ഇരിക്കുന്ന എന്താ? എന്തെങ്കിലും പ്രയാസം ഉണ്ടോ? എന്തെങ്കിലും വിഷമമുണ്ടോ? ഉണ്ടെങ്കിലും പറഞ്ഞു എന്റെ സബ്സ്ക്രൈബേഴ്സ് അതൊക്കെ തീർത്തു തരും കേട്ടോ. ഒറ്റയ്ക്ക് മിക്കപ്പോഴും വരല്ലേ? ശരി, ഹാപ്പി അല്ലേ? നല്ല ചിരി കേട്ടോ. താങ്ക് യു. നല്ല സന്തോഷിച്ച് നല്ല ചിരിച്ചു ഉല്ലസിച്ചാണ് രണ്ടാളും വരുന്നത് കേട്ടോ. ഞാൻ ചെറുതായിട്ടൊന്ന് പ്രാന്താക്കി വിട്ടെ. ഹായ്, ഹലോ. നിങ്ങളോട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? നമ്മുടെ പുതിയ നിയമത്തെ പറ്റി എന്താ അഭിപ്രായം? പറഞ്ഞിട്ട് പോന്ന്. ഹെൽമെറ്റ് ഇട്ടുകൊണ്ട് നടക്കണം എന്ന് പറഞ്ഞിട്ട് കേന്ദ്രത്തിൽ നിന്ന് ഉത്തരവ് ഇറക്കിയിട്ടുണ്ടല്ലോ. പിന്നെ പത്രമൊന്നും വായിക്കാറില്ല? ചാനലൊന്നും കാണാറില്ല? യൂട്യൂബ് ആണോ? ശരി, കേട്ടിട്ടില്ല. ഓക്കെ, ശരി. ഹലോ, നമസ്കാരം ആൻറ്റി. നമ്മുടെ പുതിയ നിയമത്തെ പറ്റി നിങ്ങൾക്ക് എന്താ അഭിപ്രായം എന്നൊന്ന് പറയോ? എന്താ നിയമം ഒന്ന് കേട്ടായിരുന്നോ? ഹെൽമെറ്റ് ഇട്ടിട്ട് നടക്കണമെന്ന്. അല്ല, നമ്മൾ നടക്കുമ്പോ ഹെൽമെറ്റ് ഇട്ട് നടക്കണം എന്ന്. അതിനോട് എന്താ അഭിപ്രായം? അപ്പൊ 100 രൂപ ഫൈൻ ഉണ്ടല്ലോ അതിന്. അപ്പൊ എന്താ അഭിപ്രായം? ഓക്കെ ഓക്കെ. ഒന്ന് നിക്കോ. നമ്മുടെ പുതിയ നിയമത്തെ പറ്റി എന്താ അഭിപ്രായം? ഹെൽമെറ്റ് ഇട്ടുകൊണ്ട് നടക്കണം എന്ന്. അറിഞ്ഞില്ല? പത്രം വായിക്കാറില്ല? ന്യൂസ് ഒന്നും? അപ്പൊ പൊതുവിജ്ഞാനത്തെ പറ്റി പ്രത്യേകിച്ച് അറിവൊന്നും ഇല്ല. ഓക്കെ ഓക്കെ, താങ്ക് യു. അതെ, നമ്മുടെ പുതിയ നിയമത്തിനെ പറ്റി എന്താ നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയോ? വേണ്ട, ഇൻട്രസ്റ്റ് ഇല്ല. ഇല്ലില്ല, പറഞ്ഞോ. എന്താ അഭിപ്രായം?
ഒരഭിപ്രായം ഇല്ല? പറ, ആരെങ്കിലും പറ. ടീച്ചറാണോ? എന്നാ പറഞ്ഞു. അല്ലെ കുട്ടികളിട്ട് നാണം കെടുത്തിട്ടോ? ഇല്ലടാ, ഒന്നും പറയാനില്ല. ഓക്കെ ഓക്കെ. എൻ്റെ ഒരു യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരം കൂടി ഞാനവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പച്ചനെ കാണാൻ വേണ്ടിയിട്ട് അപ്പച്ചൻ ഇരുന്ന സ്ഥലത്തേക്ക് പോയി നോക്കാൻ പോയി. അവിടെ ചെന്നപ്പോൾ അപ്പച്ചൻ നല്ല ഉറക്കം. പിന്നെ ഞാൻ ശല്യം ചെയ്യാൻ നിന്നില്ല കേട്ടോ. പിന്നെ ഞാനൊരു യൂബർ വിളിച്ചു. യൂബർ വിളിച്ചിട്ടാണെങ്കിൽ സിലോണിൽ പോയിട്ട് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട്. സിലോണിൽ പോകുന്ന ആൾക്കാർക്കറിയാം അവിടുത്തെ ഫേമസ് ആണ് അവിടുത്തെ ബിരിയാണി. നല്ല ടേസ്റ്റാണ് അവിടുത്തെ. അങ്ങനെ ഞാനൊരു യൂബർ ഓട്ടോ വിളിച്ചിട്ട് ഞാൻ നേരെ സിലോൺ റെസ്റ്റോറൻറ്റിലേക്ക് പോയി. അവിടെ ചെന്നിട്ടൊരു സിംഗിൾ ചിക്കൻ ബിരിയാണിയും അതുപോലെ തന്നെ ഒരു ഫ്രഷ് ലൈമും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് വിശപ്പിനേക്കാളും കൂടുതൽ ദാഹമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചിട്ട് ഏറെക്കുറെ തീരാറായി കേട്ടോ. അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഒരു യൂബർ ഓട്ടോ വിളിച്ച് നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചിട്ട് ഞാൻ നിർത്തുകയാണ് കേട്ടോ. അപ്പോൾ പോയ സമയത്ത് ചെറിയ മഴക്കാറ് പോലൊക്കെ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു, പക്ഷെ മഴയൊന്നും പെയ്തില്ല. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമ്മൾ നാളെ കാണുന്നത് വരെ ബൈ.